നൽകുന്നു. മൗലികാവകാശ സംരക്ഷണത്തിനായുള്ള റിട്ടുകൾ. റിട്സ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന 5 പ്രധാനപ്പെട്ട ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഇത് ഓർമ്മിക്കാൻ റിട്ട് ബ്രിട്ടൻ എന്ന പ്രാസം ഒപ്പിച്ചു പറയുക. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേയുള്ളൂ. സുപ്രീം കോടതി ഭരണഘടനയുടെ 32-ാം അനുച്ഛേദമനുസരിച്ചാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ഭരണഘടനയുടെ 226-ാം അനുച്ഛേദമനുസരിച്ചാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. പ്രധാനപ്പെട്ട 5 റിട്ടുകൾ. 1. ഹേബിയസ് കോർപ്പസ്, നിയമവിരുദ്ധമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഇതിനർത്ഥം ശരീരത്തെ ഹാജരാക്കുക എന്നാണ്. വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണിത്. ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്, 1215 ജൂൺ 15. 2. മാൻഡമസ്, ഒരു ഉദ്യോഗസ്ഥനോ പൊതുസ്ഥാപനത്തിനോ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. മാൻഡമസിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. 3. ക്യോ വാറന്റോ, ഒരാൾ തനിക്ക് അർഹതയില്ലാത്തൊരു ഉദ്യോഗം വഹിക്കുന്നത് തടയാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ക്വോ വാറന്റോ വാക്കിന്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. 4. സെർഷ്യോററി, കീഴ്ക്കോടതികളിൽ നിന്ന് ഒരു കേസ് ഉപരികോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. 5. പ്രോഹിബിഷൻ, ഒരു കേസ് സ്വന്തം അധികാരപരിധിക്ക് പുറത്താണെന്ന് കണ്ട് അത് പരിഗണിക്കുന്നതിൽ നിന്ന് കീഴ്ക്കോടതിയെ തടഞ്ഞുകൊണ്ട് ഉപരികോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ശ്രദ്ധിക്കുക, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ താഴെ പറയുന്നവയാണ്: മാൻഡമസ്, സെർഷ്യോററി, പ്രോഹിബിഷൻ. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായില്ലേ? ഇതിലെന്തെങ്കിലും